അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മസീഹ് ദജ്ജാൽ എന്ന പുസ്തകത്തിന്റെ 16-ാമത്തെ ഭാഗം. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്ന് ഖുർആൻ സൂചിപ്പിക്കുകയും അത് ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടിയാണെന്ന് ഹദീസുകൾ വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ പ്രസ്തുത ആയത്തിലും മൃംഗമായാണെങ്കിലും ദജ്ജാലിലേക്ക് സൂചനയുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആഗമനം ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടിയാണ് എന്ന് വരുമ്പോൾ അത് പറഞ്ഞാൽ തന്നെ ദജ്ജാലിനെ പറഞ്ഞതുപോലെയായി. ദജ്ജാലിനെ ഖുർആൻ വ്യക്തമായി പറയാതിരുന്നത് പരാമർശ യോഗ്യത പോലുമില്ലാത്തത്ര നീചനും നികൃഷ്ടനുമായതുകൊണ്ടാണെന്നാണ് മറ്റൊരഭിപ്രായം. താൻ ദൈവമാണെന്ന് വാദിക്കാൻ മാത്രം വിവരക്കേട് ദജ്ജാലിനുണ്ടാകുമ്പോൾ അവനെ ഒന്നുമല്ലാതാക്കുകയാണ് ഖുർആൻ ഇതിലൂടെ ചെയ്യുന്നത്. അതേസമയം അവന്റെ ഫിത്നയിൽ പെട്ടുപോകാതിരിക്കാൻ പ്രവാചകന്മാരിലൂടെ അല്ലാഹു വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഞാനാണ് റബ്ബ് എന്ന് വാദിച്ച ഫിർഔനെ ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന സംശയം തോന്നാനിടയുണ്ട്. അതിന് അല്ലാമ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ഫിർഔൻ കഴിഞ്ഞുപോയൊരു വ്യക്തിയാണ്. ഞാൻ റബ്ബാണെന്ന് വാദിച്ച ആളായിരുന്നിട്ട് പോലും അവനെ നാം വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു എന്നും അവന്റെ അഹങ്കാരത്തിനെല്ലാം നാം ഇഹലോകത്ത് വെച്ച് തന്നെ മറുപടി കൊടുത്തുവെന്നും അവന്റെ സംഭവം വരാൻ പോകുന്ന എല്ലാ ധിക്കാരികൾക്കും പാഠമാണ് എന്നുമൊക്കെയാണ് ഫിർഔനെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നത്. അവന്റെ നിന്ദ്യമായ രൂപത്തിലുള്ള നാശത്തോടെ അവന്റെ വാദം കള്ളമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ദജ്ജാലിന്റെ കാര്യം മറിച്ചാണ്. ഇനി വരാൻ പോകുന്ന വ്യക്തിയാണെന്ന് മാത്രമല്ല, അന്ത്യനാളിനോടടുത്ത് വിശ്വാസികളെ പരീക്ഷിക്കാൻ അള്ളാഹു നിയോഗിച്ച വ്യക്തി കൂടിയാണ് ദജ്ജാൽ. അറബികളുടെ ശൈലി അനുസരിച്ച് ആളെ പേരെടുത്ത് പറയുകയും അവൻ കള്ളനാണെന്ന് പറയുകയും ചെയ്യുന്നതിലേറെ ഗൗരവമേറിയതാണ് അവനെക്കുറിച്ച് സൂചന നൽകുന്നതും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതും. ദജ്ജാലിന്റെ കാര്യത്തിൽ ഖുർആൻ സ്വീകരിച്ച ശൈലി ഇതാണെന്ന് കരുതാം. ദജ്ജാലിനെ കുറിച്ച് സൂചന നൽകുന്ന വിശുദ്ധ ഖുർആനിലെ മറ്റൊരു സൂക്തമാണ് അധ്യായം 40 അഥവാ സൂറത്തുൽ ഗാഫിരിലെ 56-57 ആയത്തുകൾ. യാതൊരു തെളിവുമില്ലാതെ അല്ലാഹുവിന്റെ വചനങ്ങളെ പറ്റി തർക്കിക്കുന്നത് ആരോ ഉറപ്പായും അവരുടെ ഹൃദയങ്ങളിൽ അഹങ്കാരം മാത്രമേ ഉള്ളൂ. അവർക്കൊന്നും നേടാനാവില്ല. അതിനാൽ താങ്കൾ അല്ലാഹുവിനോട് രക്ഷ തേടുക. അവൻ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മനുഷ്യ സൃഷ്ടിയേക്കാൾ എത്രയോ വലിയ കാര്യമാണ്. പക്ഷേ അവരിൽ അധിക പേരും അക്കാര്യം മനസ്സിലാക്കുന്നില്ല. മേൽ വിവരിച്ച ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അദ്ദുറുൽ മൻസൂർ എന്ന വിശ്വവിഖ്യാതമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ മദീനയിലെ ചില ജൂത പണ്ഡിതന്മാരെത്തി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തീർച്ചയായും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അടുത്തു തന്നെ ദജ്ജാൽ പുറപ്പെടാനിരിക്കുന്നു. അദ്ദേഹം പുറപ്പെട്ടാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട അധികാരം ഞങ്ങളിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചേൽപ്പിക്കും. അദ്ദേഹത്തോടൊപ്പം നദികൾ സഞ്ചരിക്കും. അല്ലാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ അത്. ദജ്ജാൽ ജൂതനായിരിക്കുമെന്നും ജൂതന്മാർ അവനൊപ്പം ചേരുമെന്നും അതിന്റെ കാരണം എന്താണ് എന്നുമെല്ലാം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ. ജൂതന്മാരുടെ മേൽപ്പറഞ്ഞ അവകാശവാദങ്ങൾക്ക് മറുപടിയായാണ് മേൽപ്പറഞ്ഞ സൂക്തങ്ങൾ അവതരിച്ചത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് വ്യക്തമായ പ്രമാണങ്ങൾ ഒന്നുമില്ലാതെ സംസാരിക്കുന്നവരാണ് ജൂതന്മാരെന്നും ദജ്ജാലിനെ കൂട്ടുപിടിച്ച് നിങ്ങളെ പരാജയപ്പെടുത്താമെന്നത് അവരുടെ മനസ്സിലുള്ള അഹംഭാവം മൂലം മാത്രം പറയുകയാണ് എന്നതും ആ വ്യാമോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുമാണ് ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നത്. തുടർന്ന് വരുന്ന അല്ലാഹുവിനോട് താങ്കൾ രക്ഷ തേടുക എന്നതിന്റെ താല്പര്യം ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ ചോദിക്കണം എന്നാണെന്നും നിരവധി ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ശേഷം പറയുന്ന 57-ാം സൂക്തത്തിൽ ജനങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലുതാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്നതിന്റെ വിവക്ഷ ദജ്ജാലിന്റെ സൃഷ്ടിപ്പ് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല എന്നും ജൂതന്മാർ വിചാരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന് മുന്നിൽ ദജ്ജാലിന്റെ കാര്യം ഗൗരവത്തിൽ കാണേണ്ടതില്ല എന്നും അതിനേക്കാൾ വലിയ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ എന്ന നിലയിൽ ദജ്ജാൽ അല്ലാഹുവിന് മുമ്പിൽ നിസ്സാരനാണെന്നും ഇമാം അബുൽ ആലിയ ഈ ആയത്തിന് വിശദീകരണം നൽകുന്നു. പ്രസിദ്ധ ഭാഷാ പണ്ഡിതൻ കൂടിയായ ഇമാം ജൗഹരി റളിയല്ലാഹു അൻഹു പറയുന്നു, 57-ാം സൂക്തത്തിൽ പറഞ്ഞ നാസ് എന്നതിന്റെ പരിധിയിൽ മനുഷ്യരും ജിന്നുകളും ഉൾപ്പെടുന്നു. അക്ബർ മിൻ ഖൽഖിൻ നാസ് എന്നതിനർത്ഥം ദജ്ജാലിന്റെ സൃഷ്ടിപ്പിനേക്കാൾ അതിശയകരമാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്നാണ്. ദജ്ജാലിന്റെ അന്ത്യം കുറിക്കുക ആദരണീയനായ ഈസാ നബി അലൈഹിസ്സലാം ആയിരിക്കും. അന്ത്യനാളിനോടടുത്ത് ഈസാ നബി അലൈഹിസ്സലാം ആകാശത്ത് നിന്നും ഇറങ്ങി വരുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്
ദജ്ജാലിനെ വധിക്കൽ എന്ന് പറയാം. ഹസ്രത്ത് ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെടാനുള്ള സാഹചര്യം എന്താണ് അതറിയാൻ ചരിത്രത്തിന്റെ പാതയിലൂടെ അല്പം പിറകോട്ട് സഞ്ചരിക്കണം. അവസാനത്തെ പ്രവാചകരും അള്ളാഹുവിന്റെ ഹബീബുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടുമുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകനാണ് റൂഹുല്ലാഹി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈസാ നബി അലൈഹിസ്സലാം. ഈ രണ്ട് പ്രവാചകന്മാർക്ക് ഇടയിൽ ഏകദേശം 600 വർഷത്തെ ഇടവേളയുണ്ട്. മരിച്ചവരെ ജീവിപ്പിക്കുക, മാറാവ്യാധികൾ സുഖപ്പെടുത്തുക, ജന്മന അന്ധത ബാധിച്ചവർക്ക് കാഴ്ച ശക്തി തിരിച്ചു നൽകുക തുടങ്ങിയ നിരവധി അമാനുഷികതകൾ ഈസാ നബി അലൈഹിസ്സലാമിൽ നിന്ന് പ്രകടമായിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥവും അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാമിന് നൽകി. ബനി ഇസ്രായേലിലേക്ക് ആയിരുന്നു ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന് ശേഷം ജൂത പണ്ഡിതന്മാർ തൗറാത്തിലെ വിധിവിലക്കുകൾ തന്നിഷ്ടപ്രകാരം മാറ്റിയെഴുതുകയും ജനങ്ങളോട് കൈക്കൂലി വാങ്ങുകയും നിഷിദ്ധമായ പല കാര്യങ്ങളും അനുവദനീയമാക്കുകയും ചെയ്തു. ഈസാ നബി അലൈഹിസ്സലാം ഇത്തരം ദുശ്ചെയ്തികളെ ശക്തമായി വിമർശിച്ചു. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹിസ്സലാമിനോട് ജൂതന്മാർക്ക് കടുത്ത അസൂയയും ശത്രുതയും ഉണ്ടായി. ഈസാ നബി അലൈഹിസ്സലാമിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയില്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുമെന്നും തങ്ങളുടെ കള്ളക്കളികൾ വെളിച്ചത്തിലാവുമെന്നും ഭയന്ന ജൂതന്മാർ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിനെ വധിച്ചു കളയാൻ അവർ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെതിരെ അവർ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. രാജാവിനെ സ്വാധീനിച്ച് ഈസാ നബി അലൈഹിസ്സലാം രാജാവാണെന്ന് സ്വയം വാദിക്കുന്നതായി തെറ്റിദ്ധരിപ്പിച്ചു. ജൂത പണ്ഡിതന്മാരുടെ വാക്കുകളിൽ വഞ്ചിതനായ രാജാവ് നബിയെ പിടികൂടാൻ സൈന്യത്തെ നിയോഗിച്ചു. ചില അത്യുതാകാംക്ഷികളിൽ നിന്ന് വിവരമറിഞ്ഞ ഈസാ നബി അലൈഹിസ്സലാം ഒളിവിൽ പോയി. ഈസാ നബി അലൈഹിസ്സലാമിനെ എവിടെ കണ്ടാലും പിടിച്ചുകൊണ്ടുവരാൻ രാജാവ് ഭടന്മാരെ നിയോഗിച്ചു. വലിയ സമ്മാനങ്ങളും പ്രഖ്യാപിച്ചു. ജൂദാസ് എന്നു പേരുള്ള നബിയുടെ ശിഷ്യൻ കേവലം 30 വെള്ളിക്കാശിനു വേണ്ടി ഈസാ നബി അലൈഹിസ്സലാമിനെ ഒറ്റിക്കൊടുത്തു. നീചനായ അയാൾ നബി കഴിഞ്ഞിരുന്ന രഹസ്യത്താവളം ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്തു. രാജഭടന്മാർ ഈസാ നബി അലൈഹിസ്സലാം ഒളിവിൽ കഴിഞ്ഞിരുന്ന വീട് വളഞ്ഞു. അവരോടൊപ്പം ചേർന്ന് ജൂദാസ് ഗുരുവിനെ പിടിച്ചുകൊടുക്കുവാനായി വീടിനകത്തേക്ക് കയറി. ഉടനെ ഒരു അത്ഭുതം സംഭവിച്ചു. അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാമിന് ഉടലോടെ ആകാശത്തേക്ക് ഉയർത്തുകയും ജൂദാസിന് ഈസാ നബിയുടെ മുഖസൗന്ദര്യം ഇട്ടുകൊടുക്കുകയും ചെയ്തു. അന്ന് ഈസാ നബി അലൈഹിസ്സലാമിന് 33 വയസ്സായിരുന്നു പ്രായമെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു. നബിയെ പിടിച്ചുകൊടുക്കുന്നതിനായി വീടിനുള്ളിൽ കയറിയ ജൂദാസ് അവിടെയാകെ തെരഞ്ഞുവെങ്കിലും ഈസാ നബിയെ കണ്ടെത്താനായില്ല. നിരാശനായി ജൂദാസ് പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് കാത്തുനിന്ന സൈന്യം ജൂദാസിനെ പിടികൂടി. ഈസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെടാനായി പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്നാണ് അവർ വിചാരിച്ചത്. മുഖം ഈസാ നബിയുടേതുപോലെ അള്ളാഹു രൂപമാറ്റം വരുത്തിയതുകൊണ്ട് തന്നെ അത് ഈസാ നബിയാണ് എന്ന് അവർ ഉറപ്പിച്ചു. ജൂദാസ് അവരോട് കരഞ്ഞു പറഞ്ഞു, ഞാൻ ഈസയല്ല, ജൂദാസാണ്, എന്നെ കൊല്ലരുതേ. പക്ഷേ അതെല്ലാം രക്ഷപ്പെടാനുള്ള നബിയുടെ അടവാണ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. ഈസാ നബിയെയാണ് തങ്ങൾ പിടികൂടിയത് എന്ന ധാരണയിൽ അവർ ജൂദാസിനെ കുരിശിൽ തറച്ചു കൊന്നു. അവന്റെ കബന്ധങ്ങൾ കാക്കയും കഴുകനും കൊത്തിവലിച്ചു. അങ്ങനെ പ്രവാചകൻ കൂടിയായ സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്ത ആ മഹാവഞ്ചകന് ഇഹലോകത്തു നിന്ന് തന്നെ മതിയായ ശിക്ഷ അല്ലാഹു നൽകി. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ ഞങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിൽ തറച്ചു വെച്ചു എന്നാണ് ജൂതന്മാർ പറഞ്ഞു വരത്തിയത്. യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ വധിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാമിനെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ആകാശത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. വിശുദ്ധ ഖുർആൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ അഥവാ ജൂതന്മാർ അദ്ദേഹത്തെ അഥവാ ഈസാ നബിയെ കൊന്നിട്ടില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല. പക്ഷേ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതെ പോവുകയാണ് ഉണ്ടായത്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയ ഈസാ നബി അലൈഹിസ്സലാമാണ് അന്ത്യനാളിനോടടുത്ത് ദജ്ജാലിനെ വധിക്കാനായി വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്ത്യനാളിനോടടുത്ത് ഈസാ നബി അലൈഹിസ്സലാം വാനലോകത്തു നിന്നും ഇറങ്ങും. അദ്ദേഹം നീതിപൂർണമായ ഭരണം കാഴ്ചവെക്കും, ദജ്ജാലിനെ വധിക്കും.